ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൈഡ് ചിക്കൻ ആണ്. അത് ഉണ്ടാക്കാൻ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ വേഗം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേഗം നമുക്ക് ഉണ്ടാക്കണേക്ക് പോകാം. ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് നല്ല പൊടിയില്ലാത്ത തൈര് എടുക്കുക. അത് നമുക്ക് ലേശം ചേർത്തെടുക്കാം. പിന്നെ നമുക്ക് ഉപ്പ്, ഗരം മസാല, മുളക് പൊടി, അത് ഉപ്പ് അര ടേബിൾ സ്പൂണും, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണും, പിന്നെ മുളക് പൊടി ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. കുറച്ച് കോൺഫ്ലവർ പൊടി ചേർക്കാം. നമുക്ക് ഇതൊക്കെ പാടാൻ മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി പേസ്റ്റ് ആക്കിയത് ചേർക്കാം. ഇപ്പം ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഈ പരുവത്തിലായി വരുമ്പോൾ ഒരു 3 മണിക്കൂർ അധികം വെക്കുക നല്ലതാണ്. ഇത് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഞാൻ ഇപ്പം എന്തായാലും 1 മണിക്കൂർ വെക്കുന്നുണ്ട്. സോറി, ഇഞ്ചി അല്ല വെളുത്തുള്ളിയാണ് ഇട്ടോ, ഞാൻ മാറിപ്പോയതാണ്. അപ്പം നമുക്കിനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് 2 കോട്ടിങ്ങിനില്ലാതായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം, 1 സ്പൂണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അര സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ശരിയായി. നമ്മളിപ്പോൾ മറ്റേ മസാല തേച്ച് വെച്ച ചിക്കൻ ഇപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ കോട്ടിങ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ചിക്കൻ എടുത്തിട്ട് കോട്ടിലേക്ക് ഇടുക. ചിക്കനിൽ കൈ തൊടാതെ മൈദപ്പൊടി അതിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് ഇടാം. ഇനി അടുത്ത ചിക്കൻ എടുത്ത് ഇടാം. ഓക്കെ, ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്നും കൂടി എടുത്തിട്ട് പച്ചവെള്ളത്തിൽ മുക്കാം. 2 സെക്കൻഡ് മുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി കോട്ട് ചെയ്യാം. എന്നിട്ട് നന്നായി ശക്തിയായി നന്നായിട്ട് കുടയുക. നന്നായിട്ട് കുടയുമ്പോൾ നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ മേടിക്കുമ്പോൾ പുറത്ത് നന്നായിട്ട് മൊരിഞ്ഞെടുക്കണ ഒരു കട്ടക്കട്ടകളില്ലേ, അങ്ങനെ പോലെ വരും. നന്നായിട്ട് തന്നെ ശക്തിയോടെ തന്നെ കുടഞ്ഞു കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത ചിക്കനും ഇതുപോലെ തന്നെ ചെയ്യാം.
കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് നന്നായി ചൂടിൽ എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇത്ര ചൂടിൽ എണ്ണയിൽ പൊരിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ വേണം കേട്ടോ. കണ്ടില്ലേ, ചിക്കൻ നന്നായിട്ട് ക്രിസ്പി ആവാനുള്ള വിധത്തിൽ വന്നിട്ടുണ്ട്. നമുക്കത് പൊരിച്ചെടുക്കാം. പിന്നെ ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ പോയി ഫ്രൈ ചെയ്യട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടില്ല, ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എണ്ണ ഒക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചിക്കൻ എടുത്തിട്ട് വെക്കാം. ഇത് വെക്കുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചിട്ട് വേണം, അല്ലെങ്കിൽ നമ്മളെ ആ ക്രിസ്പിനെസ് ഇതാവില്ല. നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇടയ്ക്കൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. ഇനി ഞാൻ ഇത് രണ്ടും പൊരിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം നമ്മൾ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നോക്കൂ. അപ്പം എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ ബൈ.